അസ്സലാമു അലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കൽമാസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കൽമാസിന് ഉണ്ടാക്കുന്ന ആ ചെമ്മീൻ മസാല വെച്ചിട്ട് തന്നെ 3 ടൈപ്പിൽ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് റെഡ് കളർ സാധാരണ നമ്മൾ ചെയ്യുന്ന കൽമാസ് തന്നെയാണ്. പിന്നെ കാന്താരി കൽമാസാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ചെമ്മീനിലാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 3 സവാള പൊടിയായി അരിഞ്ഞത് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലിട്ട് വഴറ്റുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് പിന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഞാൻ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ചെമ്മീൻ കുറച്ച് വലിയ ചെമ്മീനാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അത് ഞാനിപ്പോൾ ഉപ്പും മുളകും പിന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വലിയ ചെമ്മീനായത് കൊണ്ട് തന്നെ ഞാനിതൊന്ന് ഗ്രൈൻഡറിലൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഉണ്ടല്ലോ അത് ഗ്രൈൻഡ് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. സാധാരണ ഇങ്ങനെ ചെറിയ ചെമ്മീൻ വെച്ചിട്ടാണ് മസാല ഉണ്ടാക്കാറ്. പിന്നെ ഇപ്പോൾ വാങ്ങിയപ്പോൾ വലുതാണ് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ചെറിയ ചെമ്മീനാണെങ്കിലും നമ്മൾ പകുതി ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടും അതിൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഗ്രൈൻഡറിലൊന്ന് അരച്ച് മിക്സ് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മസാലയിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല, കുരുമുളക് പൊടി അതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതുപോലെ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പും എരിവൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് മസാല സെറ്റാക്കി വെക്കണം. ഇനി നമുക്കിതിൻ്റെ അരി ഉണ്ടല്ലോ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം പച്ചരി കുതിർത്തി വെച്ചത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഹാഫ് ഉള്ളിയും പിന്നെ പെരിഞ്ചീരകവും ചെറിയ ജീരകം ഉണ്ടല്ലോ 2 ഓരോ ടീസ്പൂൺ ചേർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ചേർത്ത് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് 3 കപ്പ് ഞാൻ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അവിടെ സാധാരണ നമ്മൾ പത്തിരി ചുടുന്ന പൊടി തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിൽ ഞാൻ ആദ്യം ഉണ്ടപ്പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ മാവ് ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ എടുത്തിട്ട് അതുപോലെ പരത്തി അതിലേക്ക് കുറച്ച് നമ്മൾ ഈ ചെമ്മീൻ മസാല ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. ഉരുട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഫ്രഷ് തേങ്ങയുണ്ടല്ലോ ചിരവിയ തേങ്ങ അതിലേക്ക് ഇതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിപ്പോൾ നമുക്കൊരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കണം. ബാക്കിയുള്ളത് ഞാനിതുപോലെ എല്ലാം മൊത്തത്തിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ആണ് ഉണ്ടപ്പുട്ടാക്കിയിട്ട് കാണിക്കുന്നത്. ബാക്കി ഞാൻ സാധാ നമ്മുടെ കൽമാസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എല്ലാം വേവിച്ചെടുക്കണം. അടുത്തത് ഇനി കൽമാസിൻ്റെ ആ ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ മാവ് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് മസാല വെച്ചതിന് ശേഷം നമ്മുടെ കായയുടെയൊക്കെ ആ ഷേപ്പ് ഉണ്ടല്ലോ നീളത്തിൽ അങ്ങനെയാണ് ബാക്കിയുള്ളത് ചെയ്തെടുത്തത്. ഇനി ഇതും ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി അതിന് ശേഷം പിന്നെ ഇതിൻ്റെ മസാലയിലാണ് നമ്മൾ 2 ടൈപ്പ് മസാലയാക്കിയിട്ടാണ് ഇത് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതും ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഞാനിപ്പോൾ എല്ലാം മൊത്തത്തിൽ ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടുപുട്ടിൻ്റെ വെച്ചതുണ്ടല്ലോ അത് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വേഗം പെട്ടെന്ന് വെന്ത് വരും. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ആവിയൊക്കെ കയറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ളത് കൽമാസിൻ്റെ ഷേപ്പിൽ തന്നെ ഉരുട്ടി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ട്രിപ്പ് വെച്ച കൽമാസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ടിട്ട് റെഡ് ചില്ലി പൗഡർ ഉണ്ടല്ലോ നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതിലേക്ക് ഉപ്പും ചേർത്ത് പിന്നെ വെള്ളവും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കലക്കിയെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് തന്നെ നമ്മുടെ കൽമാസ് ചേർത്തിട്ട് ഇതൊന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേക്ക് ഓരോ കൽമാസായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ റെഡ് ചില്ലി പൗഡറിൽ ചെയ്ത കൽമാസ് ഉണ്ടല്ലോ അത് ഫ്രൈ ആകുന്ന സമയത്ത് തന്നെ നമുക്കിപ്പുറം ഇതിൻ്റെ കാന്താരി മസാല ഉണ്ടാക്കാം. അതിനായിട്ട് വേണ്ടത് മല്ലിച്ചപ്പ് വേണം. പിന്നെ ഒരു പിടി അതുപോലെ തന്നെ പുതിനയില, കറി ലീവ്സ് ഉണ്ടല്ലോ കറിവേപ്പില, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ വേണം. അത് എൻ്റെ അടുത്ത് അരച്ച പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തതാണ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഒരു പിടി കാന്താരിയാണ്. കാന്താരി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിൽ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുറി തന്നെ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനെഗർ ഇതാന്ന്
വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വെന്ത കൽമാസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ നേരത്തെ നമ്മൾ റെഡ് ചില്ലീൻ്റെ അത് പൊരിച്ചതുപോലെ തന്നെ ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ മസാല ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ചിങ്ങനെ ഒരു ഗ്രീൻ കളർ കുറച്ച് കൂടുതലാകുന്നത് പോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ പച്ച കളറിൽ വേണമെങ്കിൽ ഗ്രീൻ കളർ ഫുഡ് കളർ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ആഡ് ആക്കാം. പിന്നെ ഞാനതൊന്നും ചേർത്തിട്ടില്ല, നമ്മൾക്ക് വീട്ടിൽ കഴിക്കാനല്ലേ. പിന്നെ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടപ്പുട്ടും പിന്നെ അതുപോലെ റെഡ് കൽമാസും ഗ്രീൻ പിന്നെ കാന്താരി കൽമാസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അടിപൊളി കൽമാസാണിത്. ആ കാന്താരി കൽമാസ് വേറെ തന്നെ ഫ്ലേവറും വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. പിന്നെ ഇനി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കരുത്. പുതിയ നല്ല റെസിപ്പി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതുവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.